ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാനും മാമ്പറും സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് വ്ളോഗാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് ആണ് എന്നാണ് കേട്ടോ. അതിലെന്താ നീറ്റ് വന്നപ്പോൾ നല്ല മഴ. ഞാൻ നീറ്റ് വന്നേക്കുന്നത് 9:30 ഇട്ടാട്ടോ. നല്ല മഴ. അത് ആമ്പറും നീറ്റിട്ട് മമ്മ വിളിച്ച കാരണമാണ് നീറ്റ്. അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. എന്ത് തണുപ്പോ. ഞാൻ തണുത്തിട്ട് സാപ്പിയുടെ ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടാട്ടാ ഉറങ്ങിയത്. സാധാരണ ഉപ്പാടെ ഷർട്ടാണ്. കല്യാണമൊക്കെ കഴിയണേറ്റ് മുന്നേ ഉപ്പാടെ ഷർട്ട് ഇട്ടിട്ടാ ഞാനും കുട്ടാപ്പൊക്കെ കിടന്നുറങ്ങിയത് മഴ പെയ്യുമ്പോൾ. ഒരു പാട്ട് പാടി വരുമോ? പല്ലയുടെ ഇതാണോ പല്ലി? അപ്പൊ ഞാനും ആമ്പറും കുറച്ച് എനർജി ഒക്കെ കിട്ടാൻ വേണ്ടി പുറത്ത് വന്നേക്കട്ടെ. ഞാനെൻ്റെ മുടി കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കണു. ഇനി എന്താ പല്ലേക്കണം. ആംബ്രൂന് ഇപ്പോൾ പച്ചവെള്ളം കൊടുത്തിട്ട് ഇരുത്തേക്കാണ് കേട്ടോ. രാവിലെ നീറ്റ ഞാൻ ഫസ്റ്റ് പച്ചവെള്ളം കൊടുക്കും. അപ്പോൾ പിന്നെ അവൻ്റെ പ്രഭാത കാര്യങ്ങളൊക്കെ അതിൽ കഴിയും. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. അപ്പം എന്തായാലും ബാക്കി നോക്കാം. ആംബ്രൂന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിതാ അവിടെ നിർത്തിയപ്പോൾ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. നമ്മളൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെ എല്ലാം എടുത്ത് പരത്തിക്കോളും. അപ്പോൾ അവിടെ നിന്നിട്ട് വിചാരിച്ച സാധനമൊന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടാ. പുട്ടും അതുപോലെ കടലക്കറി ആയിരുന്നു ഇന്ന്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും രാവിലെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പുട്ടാട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിക്കണം. നമ്മൾ രാവിലെ കഴിക്കണതാണല്ലോ നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ എനർജി എന്നൊക്കെ പറയുക. അപ്പോൾ അതുകൊണ്ട് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ആംബ്രൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാ വീണ്ടും നമ്മൾ ഹാളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാടെ കൂടെ ഇരുന്നിട്ട് TV കാണുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ താഴ്ത്തിറക്കി ഇതാ വണ്ടിയിൽ കളിക്കുന്നുണ്ട്. ആംബ്രു ടോയ്സ് കൊണ്ട് ഒന്നും കളിക്കില്ല കേട്ടോ. ആംബ്രുവിന് കൂടുതൽ ഇഷ്ടം ഈ ചട്ടി, കയ്യില് പാത്രം, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അതിങ്ങനെ ഇളക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കണ കാരണം തോന്നുന്നു അതുകൊണ്ട് തന്നെ കളിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ടോയ്സ് ഒക്കെ വീണ്ടും എടുത്തു വെച്ചു കിട്ടാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു വണ്ടിമേലാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എടുത്തിടും. അവൻ കളിക്കണില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ അവനക്ക് അവിടെ പരത്തിയിടണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. കാരണം കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടത് ഉപ്പുള്ള കാരണം ഉപ്പാടെ കൂടെ ഇരിക്കുക അമ്രു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ വേഗം പാത്രം കഴുകാണ് കേട്ടോ. പാത്രം കഴുകാൻ എനിക്ക് ഇത്ര സ്പീഡൊന്നും കൂടിയിട്ടില്ല. ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ്. അങ്ങനെ ഇതാ എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ പാത്രം കഴുകൽ കഴിയുമ്പോഴത്തേനും ആംബ്രുവിന് ഉറക്കം വന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അവനെ ഉറക്കിയിട്ടാ. അപ്പോൾ ഗൈസ്, എൻ്റെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആംബ്രുവിന് ഫുഡ് കൊടുക്കേണ്ട നേരമായി. അവൻ നീറ്റിട്ടതും വളരെ കുറച്ച് നേരമാണ് ഉറങ്ങിയിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ എത്രങ്ങടായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 3:30 ആകുമ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാണ്ട്. ആംബ്രുവിന് ചെറിയൊരു കുറുങ്ങലുണ്ട് രാവിലെ. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ചോറിന് ആംബ്രുവിന് രാവിലെ നമ്മൾ പുട്ടിന് ഉണ്ടാക്കിയ ആ ഒരു പയറില്ലേ, അത് ഉമ്മ രാവിലെ വേവിക്കുമ്പോൾ എടുത്തു വെക്കുക. ആംബ്രുവിന് ലേശം എടുത്തു വെക്കുക. അതിപ്പോൾ പയർ അല്ലെങ്കിൽ കടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കും. അല്ലെങ്കിൽ സാമ്പാറാണെന്നുണ്ടെങ്കിൽ അതിൽ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ മാറ്റി വെക്കും. ഇപ്പോൾ പിന്നെ സാമ്പാറത്തെ കഷ്ണങ്ങൾ ഞാൻ അതിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാട്ടോ കൊടുക്കുക. അങ്ങനെ കുറച്ച് എരിവൊക്കെ കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ പയറാണ്. അത് സാധാരണ ഉടച്ചിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ കൊടുക്കുമ്പോൾ കുറേ നേരം വേണം അവനക്ക് കഴിക്കാൻ. ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാവും. അവന് ചോറ് കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് ഫുഡ് കഴിച്ച് കുളിച്ചിട്ട് നമുക്ക് പോകാൻ. അപ്പോൾ സമയം കുറച്ചുള്ളൂ. അപ്പം ഞാൻ വേഗം അവനക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ആംബ്രു നല്ല ചെറുതായിരിക്കുമ്പോൾ കാണിച്ച ഡോക്ടറിനെയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോണത്. ഈ ഡോക്ടർ ഇവിടുന്ന് പോയതായിരുന്നു. ഇപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് ഇരിക്കണത്. ഇതിന് മുന്നേ വേറൊരു വീട്ടിലാണ് ഇരുന്നുണ്ടായിരുന്നത്. വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ ഇവിടെ ഇരിക്കണത് അറിഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വേഗം തന്നെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ മഴയായപ്പോൾ ക്ലൈമറ്റ് മാറിയപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഇനിയിപ്പോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ വാങ്ങിക്കണത്. അങ്ങനെ വീട്ടിലെത്തിയതാ ഉപ്പ വന്നു. ഉപ്പയുടെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ ആംബ്രു. ഡോക്ടറിനൊക്കെ വന്ന് കണ്ടിട്ട് ആംബ്രു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം ആ ഒരു മഴ പെയ്തതിൻ്റെ ഒരു പ്രശ്നമാണ്. തണവ് പെട്ടെന്ന് കൂടിയല്ലോ. അപ്പോൾ ഡോക്ടർ മരുന്നൊന്നും തന്നിട്ടില്ല. അതായത് ഇപ്പം മരുന്ന് കൊടുക്കണ്ട, മരുന്ന് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല കൂടുകയാണെന്നുണ്ടെങ്കിൽ
കൊടുക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ അങ്ങനെ മരുന്നൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതുപോലെ പനിക്കണമൊന്നുമില്ലല്ലോ, അപ്പം അത് തണവിൻ്റെയാണ് പറഞ്ഞു. പിന്നെ വിരയുടെ ആ ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 1 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പം അതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ശരിക്കും പിന്നെ അവിടെ എന്താ സ്വിച്ച് ബോർഡുമ്പോൾ നിങ്ങൾ കണ്ടു. ഇതൊക്കെ ഞാൻ ആമ്പർ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണാം. ഇവനെന്താ വെച്ചാൽ AC-യുടെ സ്വിച്ചിൽ ആ ഒരു ലൈറ്റ് കത്തുമ്പോൾ ഓണാക്കുക ഓഫാക്കുക, ഓണാക്കുക ഓഫാക്കുക. അതുപോലെ ഫാനിൻ്റെ സ്വിച്ചൊക്കെ എപ്പോഴും ഇടുക. അപ്പം ഞാൻ എന്താ കാട്ടി, ബ്ലാക്ക് ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച്. വൈകിട്ടായപ്പോൾ ആമ്പ്രു ഉപ്പയും കൂടിയിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ ഒരു നേരത്തെ ആമ്പ്രുവിന് എങ്ങടെയെങ്കിലും പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഉപ്പാടെ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് ടാറ്റ തരികയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമുക്ക് ഇന്ന് ചായക്ക് ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ബ്രെഡ് പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ അതാ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഞാനൊരു 3 ബ്രെഡും അതുപോലെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ വോയിസൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു കേട്ടോ. ആമ്പ്രു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ആമ്പ്രും ഉപ്പിയും കുട്ടാപ്പും കൂടിയിട്ടാണ് വരുന്നത്. തിരിച്ച് വരുമ്പോൾ കുട്ടാപ്പിൻ്റെ കൂടെ സ്കൂട്ടിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. നിങ്ങളിപ്പോൾ കണ്ടു നോക്കി. അവിടെ നിന്ന് എടുക്കാനൊന്നും സമ്മതിക്കില്ല, നമ്മൾ പിടിച്ച് വലിച്ചിട്ട് എടുക്കണം. മൂപ്പരാൾ ഇങ്ങനെ നിന്നിട്ടാണ് കേട്ടോ വരിക. ഇവിടെ വന്ന് നിർത്തി അപ്പോൾ കുട്ടാപ്പൂനെ ഇങ്ങനെ മുറുക്കി പിടിക്കും. പിന്നെ നമ്മളൊരു ബലത്തിൽ എടുക്കുക, തീരെ സമ്മതിക്കില്ല എടുക്കാനിട്ടോ. പിന്നെ അകത്ത് കയറി പതിവ് പോലെ അവൻ സാധനങ്ങൾ എടുക്കണു, കളിക്കണു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അന്ന് ബിഗ് ബോസ് കാണാറുണ്ട്. അത് കുറച്ച് മുന്നത്തെ വ്ളോഗാണ്. അപ്പോൾ അത് ഞാൻ കണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവൻ ഇവിടെ ഇങ്ങനെ നടന്ന് കളിക്കും. അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ TV വെച്ചിട്ട് ഞാനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഉമ്മ ഇവിടെ ഇരുന്നിട്ട് തൊട്ടപ്പുറത്ത് സബോള നന്നാക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ സബോള നന്നാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ നോട്ട്ബുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ വലിച്ച് കീറി കൊണ്ടുവന്ന് എനിക്കൊരു കഷ്ണമൊക്കെ തരുന്നുണ്ട് കേട്ടോ. ബുക്കിലിങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ പേന പെൻസിലോ കൊടുത്തങ്ങനെ വരയ്ക്കാനൊക്കെ നോക്കൂട്ടോ. പിന്നെ ഇതാ ബുക്കിൻ്റെ അവസ്ഥ ഇതാണ്. അതിന്നിപ്പോൾ ഒരു കഷ്ണമൊക്കെ എനിക്ക് ഇങ്ങനെ പറിച്ച് തരും. ഇത് ആവശ്യമില്ലാത്തൊരു നോട്ട്ബുക്ക് ആട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ വിചാരിച്ചിട്ട് കയ്യിൽ കൊടുക്കണതാണ്. പിന്നെ ഞങ്ങളൊന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഉമ്മ ചിക്കൻ കറിക്കുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് ഞങ്ങൾ കളി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ, ചട്ടി, അതുപോലെ ചട്ടകം, കുപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലാവ അത്യാവശ്യം നേരം ഇരുന്ന് കളിക്കൂട്ടാം. അപ്പോൾ ചിക്കൻ കറിയുടെ ഈ ഒരു മസാലയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആമ്പ്രു ഒരേ കളി തന്നെയാണ്. കുക്കറിൽ ഇളക്കി കളിക്കുകയാണ്. നമ്മൾ ഈ ഇളക്കണ കണ്ടിട്ടാണ് മൂപ്പരാളും ഈ ഒരു പാത്രത്തിൽ ഇളക്കണത് കേട്ടോ. അപ്പോൾ കുക്കറാണ് ഇന്ന് വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ ഇരുന്ന് കളിക്കണ് ഗൈസ്. ഇളക്കാനൊന്നും ഇല്ലാണ്ടിരുന്ന് ഇളക്കണ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ തോലില്ലേ അത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തോട്ടെ. അപ്പോൾ അതെന്താ നോക്കിയിട്ട് പിന്നെ ഒരേ ഇളക്കൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല ചിരി വരും. കാരണം അത്രയും ആത്മാർത്ഥതയിലാണ് കേട്ടോ. അവൻ്റെ എല്ലാ ശക്തി എടുത്തിട്ടാണ് ഈ ഇളക്കണത്. അപ്പോൾ അതിങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ചപ്പാത്തിയും അതുപോലെ ചിക്കൻ കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ദിവസവും വെവ്വേറെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആമ്പ്രൂവിനും ഫുഡ് കൊടുത്ത് ഞാൻ ആമ്പ്രൂവിനെ മേലൊക്കെ കഴുകി കൊണ്ടുവന്ന് റൂമിൽ നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ബാക്കിലുണ്ട്. ഉപ്പാടെ കൂടെ ഇരുന്നിട്ട് കുറച്ച് നേരം കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് പിന്നെ അവന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അതിൻ്റെ ഇടയിൽ സാപ്പി വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ അവനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.